കേരളം ശരിയാക്കാൻ ഇറങ്ങിയതാണ് നമ്മുടെ രാജീവ് മൈലാളി. രാജീവ് മൈലാളി കേരളം ശരിയാക്കാൻ ഇറങ്ങിയപ്പോൾ BJPക്കാർ ആവേശത്തിലായി. കാരണം മൈലാളിയെ കെട്ടിയിറക്കിയത് കേന്ദ്രമാണ്. കേരളത്തിലെ BJP പ്രവർത്തകർക്കിടയിൽ രാജീവ് മൈലാളിയുടെ ഞഞ്ഞാപിഞ്ഞ മലയാളവും ഒക്കെ വലിയ സംസാര വിഷയമായി മാറി. രാജീവ് മൈലാളി നേമത്ത് മത്സരിക്കാനും തീരുമാനിച്ചു. 10 സീറ്റ് അതായിരുന്നു രാജീവ് മൈലാളിയുടെ ലക്ഷ്യം. അങ്ങനെ 10 സീറ്റ് എന്ന ടാർഗറ്റിലേക്ക് മൈലാളി സഞ്ചരിക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് തിരുമല അനിലിൻ്റെ ആത്മഹത്യ വന്നത്. തിരുവനന്തപുരത്തെ കൗൺസിലറായിരുന്ന തിരുമല അനിൽ ആത്മഹത്യ ചെയ്തത്. ആ ആത്മഹത്യ മൈലാളി വലിയൊരു ആയുധമാക്കി CPMനെതിരെ മാറ്റാൻ ശ്രമിച്ചു. ഒടുവിൽ അനിലിൻ്റെ ആത്മഹത്യാക്കുറിപ്പ് കണ്ടെത്തി. അതിൽ BJPക്കാർ അനിലിനെ പണിഞ്ഞു. അയാളുടെ സഹകരണ സംഘത്തിൽ നിന്ന് വായ്പ എടുത്ത ശേഷം തിരിച്ചടയ്ക്കാതെ മുങ്ങി. അയാൾ പ്രതിയായി മാറി. ഒടുവിൽ ആത്മഹത്യ ചെയ്തു. അയാളുടെ ആത്മഹത്യയെക്കുറിച്ച് ചോദിച്ച പത്രപ്രവർത്തകയോട് മൈലാളി തട്ടിക്കയറുന്നതും കണ്ടു. എന്തായാലും മൈലാളി അങ്ങനെ കേരളം ഉടച്ചു വാർക്കാനുള്ള ശ്രമത്തിലായിരുന്നു. അപ്പോഴാണ് ഇപ്പോൾ മൈലാളിക്കെതിരെ ഭൂമി കുംഭകോണ പരാതി വന്നിരിക്കുന്നത്. അത് ചില്ലറ പരാതിയൊന്നുമല്ല. 175 ഏക്കറാണ് മൈലാളി മറച്ചു വിറ്റത്. കർണാടകയിൽ ഇങ്ങനെ പലയിടത്തും മൈലാളി ഈ പരിപാടി നടത്തിയിട്ടുണ്ട് എന്നാണ് വിവരം. ഇപ്പോൾ സോഷ്യൽ മീഡിയ യൂട്യൂബർമാർ അത് അന്വേഷിച്ച് നടക്കുകയാണ്. രാജീവ് മൈലാളിയുടെ ഭൂമി തട്ടിപ്പിനെക്കുറിച്ചുള്ള വാർത്ത വലിയ പ്രാധാന്യത്തോടു കൂടി ഒരു പത്രത്തിലും വന്നില്ല. പക്ഷേ ചാനലുകൾ അത് ആഘോഷിച്ചു. സോഷ്യൽ മീഡിയ അതിൻ്റെ എന്താ പറയുക, അതിൻ്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് ഈ തട്ടിപ്പ് പുറത്തു കൊണ്ടുവന്നു. പൊളിറ്റിക്സ് കേരള അടക്കമുള്ള സോഷ്യൽ മീഡിയകൾ മൈലാളി ആപ്പിലായി. ഇപ്പോൾ മൈലാളി തിരുവനന്തപുരത്ത് അങ്ങനെ നേമത്ത് മത്സരിക്കാൻ നിൽക്കുകയാണ്. പക്ഷേ അതിനു മുമ്പ് മൈലാളിയെ കൊടുക്കാൻ വേണ്ടി ഈ പരാതി നൽകിയ ജഗദേവ് കുമാർ എന്ന അഭിഭാഷകൻ, കർണാടകക്കാരനായ ജഗദേവ് കുമാർ എന്ന അഭിഭാഷകൻ നടക്കുകയാണ്. മൈലാളിയുടെ സ്ഥാനാരോഹണം അതിവേഗം നഷ്ടപ്പെടും എന്നുള്ള സാധ്യതയാണ് ഇപ്പോൾ തെളിഞ്ഞു വരുന്നത്. അതല്ല, ഇനിയും അധ്യക്ഷനായി മൈലാളി തുടരുകയാണെങ്കിൽ തിരുവനന്തപുരം എന്ന് പറഞ്ഞത് ഒരു വലിയ നഗരമാണ്. കേരളം എന്ന് പറയുന്നത് ഒരു പ്രത്യേക സംസ്ഥാനമാണ്. കേരളത്തിൻ്റെ പല സ്ഥലത്തെയും വസ്തു മൈലാളി അടിച്ചുകൊണ്ട് പോകും. കൂടും കുടുക്കയും അടക്കം കൊണ്ടുപോകും. അതാണ് മൈലാളിയുടെ രീതി. അതാണിപ്പോൾ മൈലാളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് വോട്ടർമാർ സൂക്ഷിക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്സ് കേരളയ്ക്ക് പറയാനുള്ളത്. മൈലാളി നേമത്ത് മത്സരിക്കാനുള്ള ശ്രമത്തിലാണ്. നേമത്ത് കഴിഞ്ഞ തവണ മത്സരിച്ചപ്പോൾ മൈലാളിക്ക് വലിയ ഭൂരിപക്ഷമാണ് ലഭിച്ചത്. അതുകൊണ്ട് തന്നെ മൈലാളി നേമത്ത് മത്സരിച്ചാൽ ജയിക്കും എന്നുള്ള കാര്യം ഏറെക്കുറെ ഉറപ്പായിരുന്നു. അപ്പോഴാണ് തലവേദനയായി ഭൂമി കുംഭകോണം വന്നേക്കുന്നത്. 175 ഏക്കർ ഭൂമി 500 കോടിയിലേറെ രൂപയ്ക്കാണ് മറച്ചു വിറ്റത്. പാട്ടത്തിനെടുത്ത ഭൂമി മൈലാളി സ്വന്തം ഭൂമിയാക്കി അങ്ങ് മറച്ചു വിറ്റു. എന്നിട്ട് കണ്ടില്ല കേട്ടില്ല എന്ന് പറഞ്ഞ് നടന്നു. ഇപ്പോൾ അത് വാർത്തയായപ്പോൾ ഇപ്പം മൈലാളി പറയുന്നത് വാർത്ത ചെയ്ത ചാനലുകൾക്കെതിരെ എല്ലാം കേസ് കൊടുക്കുമെന്നാണ്, നിയമ നടപടി സ്വീകരിക്കുമെന്നാണ്. അതാണ് മുതലാളി പറയുന്നത്. അതാണ് മൈലാളി ഇപ്പോൾ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. എന്നാലും എൻ്റെ രാജീവ് മൈലാളി, നിങ്ങളിൽ നിന്നും BJPക്കാർ ഇത്രയും പ്രതീക്ഷിച്ചില്ല. സെക്രട്ടേറിയറ്റിൽ നിന്ന് സ്വാമിയേ ശരണമയ്യപ്പ എന്ന് വിളിച്ചപ്പോൾ BJPക്കാർ വിളിച്ചു. പക്ഷേ അയ്യപ്പന് 8ൻ്റെ പണി പിറ്റേ ദിവസം കൊടുത്തു. അയ്യപ്പൻ ഇങ്ങനെയാണ്, കള്ളശരണം വിളിച്ചു കഴിഞ്ഞാൽ പണി കൊടുക്കും. ആ പണിയിലാണ് ഇപ്പോൾ വീണതല്ലോ കിടക്കുന്നു ധരണയിൽ ശോണിതവും അണിഞ്ഞ യോ ശിവശിവ എന്ന രീതിയിൽ മൈലാളി കിടക്കുന്നത്. മുതലാളിക്ക് സ്ഥാപനങ്ങളുണ്ട്, മാധ്യമ സ്ഥാപനമുണ്ട്, ഏഷ്യാനെറ്റ് ന്യൂസ്. അവരൊക്കെ ഈ വാർത്ത തമസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. പല ചാനലുകളും ഈ വാർത്ത തമസ്കരിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. കൈരളി റിപ്പോർട്ടർ മാത്രമാണ് വാർത്ത നന്നായി ജനങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. പിന്നെ പൊളിറ്റിക്സ് കേരളയും ഞങ്ങളാലാകും വിധം അത് ജനങ്ങൾക്ക് മുമ്പിൽ എത്തിക്കാൻ ശ്രമിച്ചു. എന്തായാലും സൂക്ഷിക്കുക. സൂക്ഷിച്ചില്ലെങ്കിൽ, കേരളീയരോടാണ് പൊളിറ്റിക്സ് കേരള പറയുന്നത്, സൂക്ഷിക്കുക. സൂക്ഷിച്ചില്ലെങ്കിൽ മൈലാളി കൂടും കുടുക്കയും കൊണ്ടുപോകും. പിന്നെ അന്തം വിട്ട് നിന്നിട്ട് കാര്യമില്ല.